കൊല്ലത്ത് കടൽക്ഷോഭത്തിൽ വീട് തകർന്നതിനെ തുടർന്ന് തീരദേശവാസികൾ റോഡ് ഉപരോധിച്ചു. കടലാക്രമണത്തിൽ പ്രദേശത്തെ 10ഓളം വീടുകൾ പൂർണ്ണമായും കടലെടുത്തു. 20ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. ഒരേ വീട് പോകുന്തോറും ഞങ്ങൾ നിലവിളിക്കുക. ഒരേ വീട് പോകുന്തോറും ഞങ്ങൾ നിലവിളിക്കുക. ഞങ്ങൾ 2-3 വീടേ ഉള്ളൂ ഞങ്ങൾ ഭാഗത്ത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് കൊല്ലം ബീച്ചിന് സമീപമുള്ള വെടിക്കുന്ന് മുതൽ മുണ്ടക്കൽ വരെയുള്ള ഭാഗത്താണ് കനത്ത നാശനഷ്ടമുണ്ടായത്. ഈ ഭാഗത്തെ 10ഓളം വീടുകൾ പൂർണ്ണമായും 20ഓളം വീടുകൾ ഭാഗികമായും തകർന്നു. ഇതുവഴിയുള്ള കടപ്പുറം റോഡ് 500 മീറ്ററോളം ദൂരത്തിൽ കടലെടുത്തു. കിടപ്പാടം നഷ്ടമായതോടെ പുനരധിവാസത്തിന് എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ റോഡിൽ കുത്തിയിരുന്നും കഞ്ഞിവെച്ചും പ്രതിഷേധിച്ചു. ഒരു രാത്രി കൊണ്ടാണ് പോയിരിക്കുന്നത്. ബാക്കിയുള്ള വീടിൻ്റെ അടുത്തൂടെ വെള്ളം കയറി ഇങ്ങനെ നടുക്കൂടെ പോയിരിക്കുക. 2 സൈഡിൽ കൂടെ വെള്ളം കയറി. ഞങ്ങൾക്ക് വീട് സ്ഥലവും വീടുമായിട്ട് വേണം. ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല. ഇപ്പം ഒരേ വീട് കൊത്തുചാടി കാല് പോലും നടക്കാൻ പോലും. ഗവൺമെന്റിനോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, മുട്ട ഞങ്ങൾക്ക് ഇട്ട് തന്നേ പറ്റത്തുള്ളൂ. അവരുടെ കാര്യം പരിഗണിക്കണം. 10 ലക്ഷം മേടിച്ചവർക്ക് ഇതുവരെ 10 ലക്ഷം തീർത്തു കൊടുത്തിട്ടില്ല. പ്രതിഷേധം ശക്തമായതോടെയാണ് അധികൃതർ ഇടപെട്ടത്. കൊല്ലം MP-യായ NK പ്രേമചന്ദ്രനും NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറും സ്ഥലത്തെത്തി പ്രദേശവാസികളുമായി സംസാരിച്ചു. പിന്നീട് സ്ഥലത്തെത്തിയ സബ് കളക്ടറും വീടുകൾ തകർന്ന പ്രദേശത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്നാൽ തങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉചിതമായ നടപടി കൈക്കൊള്ളും വരെ പ്രതിഷേധം തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.